അങ്ങനെ നമ്മൾ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന അടിപൊളി എപ്പിസോഡാണ് പറയുന്നത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മനു അലീനയുടെ അടുത്ത് എത്തുകയും അവിടെ വെച്ച് എല്ലാം തുറന്നു പറയുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ്. നോവലിലുള്ള സെയിം സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് കേട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ രോഹിത്തും ബബിതയും കൃഷ്ണമോളെല്ലാം സ്കൂളിൽ പോയി. ബാലേന്ദ്രനാണെങ്കിൽ ജ്വല്ലറിയിലേക്കും പോയി. വീട്ടിലിപ്പോ അലീന തനിച്ചേ ഉള്ളൂ. അങ്ങനെ ഒരാള് വന്നോണ്ട് ബെല്ലടിക്കും. അലീന വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് നമ്മുടെ മനു ആയിരിക്കും. നിറപുഞ്ചിരിയോടെ മനു അലീനെ തന്നെ നോക്കി നിക്കാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, കേറി വാ മനുവേട്ടാ എന്ന് പറയുമ്പോ മനു അകത്തേക്ക് കയറും. മനുവേട്ടൻ ഇന്ന് ഓഫീസിലേക്ക് പോയില്ലേ? ഇല്ല, പോയിട്ടില്ല, ഞാൻ ഇന്ന് ലീവാണ്. അതെന്തു പറ്റി മനുവേട്ടാ? ഒന്നുമില്ലടോ, എന്നും പണിക്ക് പോയാൽ ശരിയാവില്ലല്ലോ, ഇടയ്ക്കൊക്കെ റെസ്റ്റ് വേണ്ടേ എന്നൊക്കെ പറയും മനു. അന്നേരം അലീന പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോ ഞാനല്ലാതെ വേറെ ആരുമില്ല. അച്ഛൻ ടൗണിലേക്ക് പോയതാ, പിള്ളേരൊക്കെ ക്ലാസ്സിലും പോയതാ. സമാധാനായി, അലീന അല്ലാതെ വേറെ ആരും ഇവിടെ ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് മനു പറയുമ്പോ അലീന മനുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിക്കും, അതെന്താ മനുവേട്ടാ അങ്ങനെ? അത് വേറൊന്നുമല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഒരാളുടെ മുഖം കാണാൻ വേണ്ടി മാത്രാണ്, നിന്റെ മുഖം. അപ്പോൾ എനിക്ക് നിന്നെ തനിച്ച് കാണണ്ടേ, നിന്നോട് തനിച്ച് സംസാരിക്കണ്ടേ എന്നൊക്കെ മനു പറയും. അലീനയ്ക്ക് അവിടെ ചെറുതായിട്ട് നാണൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അലീന ചെറു പുഞ്ചിരിയോടെ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ സമാധാനായില്ല മനുവേട്ടാ? പിന്നല്ലാതെ, എനിക്കിപ്പോ ഒരുപാട് സന്തോഷായി. തനിക്കറിയില്ലടോ എന്റെ മനസ്സ്. എന്റെ തലയ്ക്കകത്ത് മൊത്തം നിലാവാണ്, പ്രണയ നിലാവ്. ഈ പ്രേമം തലയ്ക്ക് പിടിച്ചാലുണ്ടല്ലോ, അത് പിന്നെ വലിയ പ്രശ്നമാണ്. ഇപ്പൊ തന്നെ നോക്ക്, ഇന്ന് രാവിലെ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി. ഇന്ന് ഓഫീസ് പോലെ ലീവാക്കി ഞാൻ നിന്റെ അടുത്ത് എത്തിയില്ലേ? അപ്പോൾ അലീന ചെറു പുഞ്ചിരിയോടെ ചോദിക്കും, മനുവേണ്ണ ഇതിന്റെ മുന്നേ ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. കളിയാക്കല്ല മോളെ, നിനക്ക് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാ. ഇല്ലെങ്കിൽ നീയും ഇതിന്റെ പൊള്ളലും വേദനയ്ക്ക് അറിഞ്ഞേനെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് മനുവേണ്ണോട് സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? പിന്നെ പിന്നെ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ട് മനേട്ടാ. അപ്പൊ മനു ചോദിക്കും, എങ്ങനെയുള്ള സ്നേഹമാ അത്? അത് പിന്നെ അത് ഞാൻ മനുവേണ്ണോട് മുമ്പ് പറഞ്ഞിട്ടില്ലേ? ഓ, ആ സ്നേഹം, ഒരു സഹോദരനുള്ള സ്നേഹം. ഓക്കെ, എന്തായാലും ഞാൻ ഒരു സ്നേഹമൊക്കെ വേറെ സ്നേഹമൊക്കെ എടുത്തോളാം എന്നൊക്കെ പറയാണ് നമ്മുടെ മനു. അങ്ങനെ അലീന ചോദിക്കും, മനുവേണ്ണ കുടിക്കാൻ എന്താ വേണ്ടത്? ടീ വേണോ, കോഫി വേണോ, ജ്യൂസ് വേണോ? എനിക്ക് എന്തായാലും മതി എന്നൊക്കെ പറയുമ്പോ അലീന ചായ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് പോകും. അന്നേരം നമ്മുടെ മനുവും കിച്ചണിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് അലീന മനുവിന്റെ ഓഫീസിലെ വിശേഷങ്ങളെല്ലാം ചോദിക്കും. മനു അപ്പൊ അവിടുത്തെ വിശേഷങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് അലീനയും മനുവിന്റെ കൂടെ ചായ കുടിക്കാനായിട്ട് ഇരിക്കും. അപ്പൊ മനു ഇങ്ങനെ അലീനെ നോക്കിയിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, നിന്റെ കൂടെ തനിച്ചിരിക്കാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അലീന. നീയും ഞാനും മാത്രമുള്ള ഈ ഒരു സ്വർഗത്തിൽ മറ്റാരും കടന്നു വരരുത് എന്നാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ മനു ഇങ്ങനെ അലീനെ നോക്കി മനസ്സിൽ ഇങ്ങനെ പറയും. അപ്പോൾ അലീന ചോദിക്കും, മനുവേണ്ട എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല അലീന, നിനക്ക് എന്നോട് പരിഭവമുണ്ടോ? പരിഭവമോ? എന്തിന്? അതല്ല അലീന, അന്ന് ഞാൻ നിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടില്ലേ ഫോണിലൂടെ, നീ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞപ്പോ? അതോ? അതിലെനിക്കൊരു പരിഭവമില്ല മനുവേട്ടാ. മനുവേട്ടൻ എന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ വഴക്ക് പറഞ്ഞത്. എനിക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒരു അനാഥയെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതും ചേർത്ത് പിടിച്ചതും മനുവേട്ടനും അച്ഛനും അല്ലേ. നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും തല്ലിയാൽ പോലും എനിക്ക് അതിലൊന്നും ഒരു പരാതിയില്ല മനുവേട്ടാ എന്നൊക്കെ പറയാണ് അലീന. അങ്ങനെ പിന്നീട് മനു ചോദിക്കും, ഞാൻ നിനക്ക് ഒരു സമ്മാനം തരട്ടെ, നീ സ്വീകരിക്കുമോ? എന്ത് സമ്മാനം മനുവേട്ടാ? അതെന്തുമാകട്ടെ, നീ സ്വീകരിക്കുമോ ഇല്ലയോ? ഞാനല്ല തരുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല മനുവേട്ടാ, ഞാൻ സ്വീകരിക്കില്ല. ഇത് കേൾക്കുമ്പോ മനുവിന് അവിടെ സങ്കടമാകും. അപ്പൊ നീ എന്നെ ഒരു അന്യനായിട്ടാണ് കാണുന്നത് അല്ലേ? ഒരിക്കലില്ല മനുവേട്ടാ, ഞാനൊരു അന്യനായിട്ടാണ് കണ്ടതെങ്കിൽ ആരുമില്ലാത്ത ഈ ഒരു നേരത്ത് വിളിച്ച് അകത്ത് കയറ്റില്ലായിരുന്നു. ഒരു ചെറുപ്പക്കാരനെ ക്ഷണിച്ച് അകത്ത് കൊണ്ടുപോയി ഇത്ര നേരം സംസാരിക്കുകയും ചായ തന്ന് സൽക്കരിക്കില്ലായിരുന്നു. മനുവേണ്ട ഞാൻ എന്റെ സഹോദരന്റെ സ്ഥാനത്താണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം സ്വാതന്ത്ര്യം തന്നത്. എനിക്ക് വേണ്ടപ്പെട്ട എന്റെ നല്ലൊരു കൂട്ടുകാരനാണ് മനുവേട്ടൻ എന്നൊക്കെ പറയാണ് നമ്മുടെ അലീന. അന്നേരം മനു പറയും, ഞാൻ നിന്നെ എന്റെ സഹോദരിയുടെ സ്ഥാനത്തല്ല കാണുന്നത്. എന്തായാലും ഞാനത് മാറ്റിയെടുത്തോളാം എന്നൊക്കെ മനു പറയുമ്പോ അലീന പറയുന്നുണ്ട്, എന്നാ മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ മനുവേട്ടൻ അത് മാറ്റിയെടുക്ക്. അങ്ങനെ മനു വീണ്ടും ചോദിക്കും, ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാൻ തീരുമാനിച്ചു. നീ അത് സ്വീകരിക്കുമോ? അത് പറ. ആദ്യം മനുവേട്ടൻ എന്ത് സമ്മാനാന്ന് പറ. അത് പിന്നെ ഒരു ഡയമണ്ട് റിങ്. ഞാൻ നിനക്ക് വേണ്ടി ഒരു റിങ് കണ്ടുവച്ചിട്ടുണ്ട്. നിന്നോട് കൂടി ചോദിച്ചിട്ട് ഞാനത് വാങ്ങാന്ന് കരുതി. അപ്പോൾ അലീന പറയും, അയ്യോ മനുവേട്ടാ, അത് വേണ്ട. അത്ര വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട. സോറി മനുവേട്ടാ. അതെന്താടോ വിലപിടിപ്പുള്ളത്? ഇട്ടാൽ എന്താ കുഴപ്പം? നിന്റെ വിരലിൽ എന്താ അത് കയറില്ലേ? അതല്ല മനുവേട്ടാ, എനിക്കത് വേണ്ട. മനുവേട്ടൻ എന്നോട് കൂടുതലൊന്നും ചോദിക്കല്ലേ, ഞാനത് വാങ്ങില്ല എന്നൊക്കെ പറയണ അലീന. അന്നേരം മനു പറയും, എന്തായാലും ഞാനത് വാങ്ങാത്തത് നന്നായി. ഞാനെങ്ങാനത് വാങ്ങിയിരുന്നെങ്കിൽ ഞാൻ നാണം കെട്ടേനെ തന്റെ മുന്നിൽ. അപ്പോൾ അലീന പറയും, അയ്യോ മനുവേട്ടാ, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. സ്നേഹമുള്ളവർക്കിടയിൽ കുറച്ചിലൊക്കെ ഉണ്ടാകുമോ? മനുവേട്ടൻ എന്നെ വഴക്ക് പറയാറും കളിയാക്കലൊക്കെ ഇല്ലേ? അപ്പോഴൊക്കെ എനിക്ക് ദേഷ്യമോ പരിഭവമോ
നാണക്കേടോ ഒന്നും തോന്നിയിട്ടില്ലല്ലോ. അപ്പൊ മനു പറയും, എന്റെ പൊന്നലീന ഞാൻ തോറ്റു, നിന്നോട് സംസാരിച്ച ജയിക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ പോട്ടെ, കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അലീന ചോദിക്കും, ഇനി എന്നാ ഇങ്ങോട്ടൊക്കെ എന്ന് ചോദിക്കുമ്പോ മനു പറയും, തന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ആ നിമിഷം ഞാൻ ഇവിടെ എത്തും. മനുവിന്റെ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോ അലീനയ്ക്ക് നാണമാവുകയും അലീനയുടെ കണ്ണിൽ മനു തന്നോടുള്ള പ്രണയം കാണുന്നുണ്ട്. ഇവൾക്ക് എന്നെ ഇഷ്ടമാണ്, ഇവൾ എന്തുകൊണ്ട് തന്നോട് തുറന്നു പറയുന്നില്ല? എന്തായാലും അലീന, ഞാൻ നിന്റെ പ്രണയത്തിനായിട്ട് കാത്തിരിക്കാണ് എന്നൊക്കെ അലീനെ നോക്കിയിട്ട് മനസ്സിൽ പറയും മനു. എന്നിട്ട് അലീനോട് യാത്ര പറഞ്ഞ് മനു അവിടുന്ന് പോകും. അന്നേരം അലീന തനിയെ പറയുന്നുണ്ട്, എന്നെ പോലെ ഒരു പെൺകുട്ടി, അതും എല്ലാവരും ഉണ്ടായിട്ടും ഒരു അനാഥയെ പോലെ വളരുന്ന ഈ ഞാൻ എന്തുകൊണ്ടും മനുവേട്ടന് ചേരില്ല. എന്റെ ഉള്ളിൽ മനുവേട്ടനോട് ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ അത് തുറന്നു പറഞ്ഞാൽ അത് പിന്നെ വേറെ പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കും. അതുകൊണ്ട് അത് എന്റെ ഉള്ളിൽ തന്നെ നിന്നോട്ടെ എന്നൊക്കെ പറയണ അലീന. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മനു നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്, വൈജയുടെ അടുത്തേക്ക്. മനുവിനെ കാണുമ്പോ വൈജയന്തിക്ക് സന്തോഷമാകും. എടാ മനുവേ, നീ ഇന്ന് പോയില്ലേ? ഇല്ല ആന്റി, ഞാൻ ഇന്ന് ലീവാണ്. ആന്റി തനിച്ചാണോ? ആന്റിയുടെ കൂടെ ഇവിടെ വേറെ ആരുമില്ലേ എന്നൊക്കെ മനു ചോദിക്കും. അപ്പൊ വൈജ പറയും, ഒരു ഹോം നേഴ്സിനെ വച്ചിട്ടുണ്ടടാ, അവളിപ്പോ ഫാർമസിയിൽ പോയതാണ് മരുന്ന് വാങ്ങാനായിട്ട്. ഹോ, അപ്പൊ ആന്റി ഹോം നേഴ്സിനൊക്കെ നല്ല ശമ്പളം കൊടുക്കേണ്ടേ? ഇവിടുത്തെ ചെലവും ഹോം നേഴ്സിന്റെ ശമ്പളമൊക്കെ കൂടി ആവുമ്പോ വലിയൊരു തുകയാവുമല്ലോ ആന്റി. അന്നേരം വൈജ പറയും, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞാനിപ്പോ ഈ ഒരു അവസ്ഥയിലായി പോയില്ലേ, നമുക്കൊരാവശ്യം വരുമ്പോ ചിലവാക്കാനുള്ളതല്ലേ ഈ പൈസയൊക്കെ എന്നൊക്കെ പറയണ വൈജ. അപ്പോൾ അത് കേട്ട് മനു പറയും, അത് ശരിയാണ്. പിന്നെ അങ്കിളുടെ കയ്യിൽ നല്ല ക്യാഷ് ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്കിളിന്റെ ഇതൊന്നും വലിയ തുകയാവില്ല. എന്താ മനു നീ പറഞ്ഞത്? അങ്കിളുടെ പൈസയോ? ആർക്ക് വേണം നിന്റെ അങ്കിളുടെ ക്യാഷ്? ആർക്ക് വേണടാ നിന്റെ അങ്കിളുടെ പൈസ? ഞാൻ എന്റെ പൈസയിൽ നിന്ന് എടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ചെലവും ഹോം നേഴ്സിന് ശമ്പളം കൊടുക്കുന്നതൊക്കെ. അതെങ്ങനെ ആന്റി? ആന്റിക്ക് എവിടുന്ന ക്യാഷ്? ആന്റി ഇപ്പൊ ജോലിക്ക് പോകുന്നില്ലല്ലോ. ജോലിക്ക് പോയാലേ ക്യാഷ് ഉണ്ടാകൂ എന്നുണ്ടോ? ഞാൻ ഇത്രയും കാലം പണിയെടുത്ത പൈസ എന്റെ അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ആ ഒരു ക്യാഷ് കൊണ്ടാണ് ഞാൻ എന്റെ ഇവിടുത്തെ എല്ലാ ചെലവുകളും വഹിക്കുന്നത്. അപ്പൊ മനു ചോദിക്കും, ഇനി എത്ര നാൾ കൂടി ഇവിടെ കിടക്കേണ്ടി വരും ആന്റി? അന്നേരം വൈജ പറയും, വേണമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ വീട്ടിലേക്ക് പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർക്ക് അറിയില്ലല്ലോ മനു, എനിക്ക് വീടില്ലെന്ന്. ആന്റി എന്തൊക്കെയായി പറയുന്നേ? ആന്റിയുടെ വീട് കടപ്പാട്ടൂര് വീടല്ലേ? ആ വീട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ വൈജ പറയും, എടാ മനുവേ, അത് എന്റെ വീടല്ല, അത് അങ്ങരുടെയും ആ മറ്റവളുടെയും കൂടി വീടാണ്. ആന്റി ആരുടെ കാര്യം പറയുന്നേ? അലീനയുടെ അങ്കിളിന്റെ ആണോ? അതേടാ, അവൾ ഒറ്റൊരുത്തി കാരണാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. അലീന കാരണോ? അതെങ്ങനെ ശരിയാകും ആന്റി? ആന്റി ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്. ആ പാവ അലീന എന്ത് പിഴച്ചു? ആന്റി അന്ന് രാത്രി വണ്ടി ഓടിച്ചു പോയത് കൊണ്ടും ആന്റിയുടെ ശ്രദ്ധ കുറവ് കൊണ്ടല്ലേ ആന്റിക്ക് അന്ന് ആക്സിഡന്റ് പറ്റിയത്. ദേ മനു, നീ എന്റെ അടുത്ത് അലീന പുരാണം കൊണ്ട് വരണ്ട. ആ നാശം പിടിച്ചവൾക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഞാൻ ഈ കിടപ്പിൽ നിന്നൊന്ന് എഴുന്നേറ്റോട്ടെ. അവൾ ആരാണ്? ബാലേന്ദ്രന്റെ. അവൾക്ക് വേണ്ടി എന്നെയും മക്കളെ ഉപേക്ഷിക്കാൻ പോലും അയാൾക്ക് ഒരു മടിയില്ല. അത്രമാത്രം അവർക്കിടയിൽ എന്ത് ബന്ധാണ് മനുവേ? നിന്റെ അച്ഛനും കൊച്ചച്ഛനും എന്നോട് പറഞ്ഞത് എന്താന്നറിയോ? ഗൾഫിലുള്ള ബാലേന്ദ്രന്റെ സുഹൃത്തിന്റെ മകളാണ് പോലും ആ അലീന. എന്നോട് ഈ കള്ളകഥയൊക്കെ പറഞ്ഞ ഞാനങ്ങ് വിശ്വസിക്കുമെന്ന് കരുതിയോ? എന്തായാലും അവിടെ നിക്കട്ടെ, ഞാൻ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെയുള്ളൂ അവളുടെ ഭരണം. അവളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ അവളെ അവിടുന്ന് പറഞ്ഞയച്ചിരിക്കും. അങ്ങനെ ഇപ്പോ ഞാനും എന്റെ മക്കളും അനുഭവിക്കേണ്ടത് ആ പിഴച്ചവൾ അനുഭവിക്കേണ്ട. കാണിച്ചു തരാൻ ഞാൻ എന്നൊക്കെ ദേഷ്യത്തിൽ പറയണ വൈജ. ഇത് കേട്ട് മനുവിന് ഒരു കാര്യം മനസ്സിലായി. ആന്റിയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മനു പറയുന്നുണ്ട്, ആന്റി ഞാൻ എന്ത് പറയാനാ? നീ ഒന്നും പറയണ്ടട മനു, നീ അവളുടെ സൈഡാണ്. അപ്പൊ മനു പറയുന്നുണ്ട്, ആന്റിക്ക് അവളെ അറിയാഞ്ഞിട്ടാ. അവളെ വിവാഹം കഴിക്കാൻ പോലും ഞാൻ ആലോചിക്കുന്നുണ്ട്. അവൾ അത്രയ്ക്ക് നല്ലൊരു കുട്ടിയാണ് ആന്റി. ഇത് കേട്ട് വൈജാകെ ഞെട്ടിത്തരിച്ച് നിക്കാണ്. മനു, നീ എന്തൊക്കെയാ പറയുന്നേ? ഭിക്ഷക്കാരിയായി വന്ന് എന്റെ വീട്ടുവേലക്കാരിയായി നിൽക്കുന്ന അവളെയോ? എന്റെ ഭർത്താവ് വെപ്പാട്ടേക്ക് വച്ചിരിക്കുന്ന ആ രണ്ടും കെട്ടവളെയാണോ നീ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്? ഇത് കേട്ട് മനുവിനങ്ങ് ദേഷ്യം വരും. ഉച്ചത്തിൽ ആന്റി എന്ന് വിളിക്കും. ആന്റിക്ക് നാണുണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? എന്റെ ആന്റി തന്നെയാണ് ഈ പറയുന്നത്. ഇത്രമാത്രം ദുഷിച്ചു ചീഞ്ഞ മനസ്സായിരുന്നു എന്റെ ആന്റിയുടേത്. ആദ്യം ആന്റിയുടെ മനസ്സിൽ ആ വിഷം അങ്ങോട്ട് ഇറക്കി വെക്ക് എന്നൊക്കെ മനു പറയുമ്പോ, ദേ മനു, എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല. നീ ഇപ്പോഴൊന്ന് പൊയ്ക്കോളണം. ഹോ, ഞാൻ പൊയ്ക്കോളാം. ഇവിടെ കയറി ആന്റിയുടെ കൂടെ പാർക്കാനൊന്നല്ല ഞാൻ വന്നത്. പിന്നെ ആന്റി പോകുന്നതിന്റെ മുന്നേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആന്റി ഇവിടെ കിടക്കാതെ ഡോക്ടർ പറഞ്ഞതുപോലെ തിരിച്ചു വീട്ടിലേക്ക് പോണം. അവിടെ ആന്റിക്ക് ഒരു ഹോം നേഴ്സിന്റെ ആവശ്യമില്ല. അലീന ആന്റിയെ സ്വന്തം അമ്മയെ നോക്കുന്നത് പോലെ നോക്കിക്കോളും. അപ്പൊ വൈജ പറയും, മതിയുടെ നിന്റെ അലീന പുരാണം. ഞാൻ നിന്റെ അച്ഛനും അമ്മയൊക്കെ വിളിക്കുന്നുണ്ട്. അവരറിയട്ടെ മോന്റെ ഈ ഒരു ആഗ്രഹം, ഒരു തേവിടിച്ച് വിവാഹം കഴിക്കണം എന്നുള്ളത്. എന്തായാലും മനു, നീ ഒന്നോർത്തോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ വിവാഹം നടക്കില്ല എന്നൊക്കെ പറയണ് വൈജ. അപ്പൊ മനു പറയും, ഈ മനുവിന് ഒരു വിവാഹം ഉണ്ടെങ്കിൽ അത് അലീനയുമായിട്ട് മാത്രമായിരിക്കും എന്നെല്ലാം പറഞ്ഞോണ്ട് വൈജയെ വെല്ലുവിളിച്ച് മനു അങ്ങ് പോകാണ്. വൈജയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. വൈജ ബൈസ്റ്റാൻഡറായി നിൽക്കുന്ന ആ സ്ത്രീയോട് പറയും, എന്റെ ഫോണൊന്ന് എടുത്തേ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ വൈജയ്ക്ക് ഫോൺ എടുത്ത് കൊടുക്കും. ആ ഏട്ടത്തി, വൈജയാണ്. ആ വൈജയ്, നിനക്ക് എങ്ങനെയുണ്ട്? കോളൊക്കെ ചെയ്ത് സംസാരിക്കാനായോ? ആ, കുഴപ്പമില്ല ഏട്ടത്തി. ഞാനിപ്പോ വിളിച്ചത് ഏട്ടത്തിയോട് ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? എന്ത് കാര്യമാണ് വൈജയ്?
മനു ഇവിടെ വന്നിരുന്നു. അവൻ എന്റെ അടുത്ത് ഒരു വെല്ലുവിളി നടത്തി. വെല്ലുവിളിയോ? എന്ത് വെല്ലുവിളി? ഏട്ടത്തി ഒരു അമ്മായിമ്മയാ റെഡി ആയിട്ട് നിന്നോ? മനു ഒരു വിവാഹം കഴിക്കാൻ പോകുന്നു. ആണോ വൈജയ്? അതൊരു നല്ല കാര്യല്ലേ? പെൺകുട്ടി എങ്ങനെയുണ്ട്? പൈസക്കാരിയാണോ? സ്വത്തും മുതലൊക്കെ ഉണ്ടോ? നീ അവനോട് അതൊക്കെ ചോദിച്ചോ വൈജയ്? എന്നൊക്കെ കമല ചോദിക്കുമ്പോ വൈജയ് പറയും, പിന്നെ നല്ല പണക്കാരിയാ. ആരാന്ന് കൂടി ഞാൻ പറയാം. എന്റെ വീട്ടിലെ വേലക്കാരിയായി എന്റെ ഭർത്താവിനെ വശീകരിച്ച ആ അലീന, അവളെയാണ് മനു വിവാഹം കഴിക്കാൻ പോകുന്നത്. എന്താ എന്താ വൈജയ് നീ പറഞ്ഞത്? ആ പിഴച്ചവളെയോ? അതെ ഏട്ടതി, അവൻ എന്നെ വെല്ലുവിളിച്ചിട്ടാ പോയത്. അവനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ആ അലീന മാത്രമായിരിക്കുമെന്ന്. ഇത് കേട്ട് കമലങ്ങ് ഉറഞ്ഞു തുള്ളും. അവൻ ഇങ്ങ് വരട്ടെ, അവനെ ഞാൻ കെട്ടിക്കാം. എന്റെ കൊക്കിന് ജീവനുണ്ടേൽ അവൻ അവളെ വിവാഹം കഴിക്കില്ല എന്നെല്ലാം പറഞ്ഞോണ്ട് കമലയുടെ ഫോണെല്ലാം വെക്കും. പിന്നീട് വൈജ ശിവശങ്കറിനെ വിളിക്കും. ആ ശിവേട്ട, വൈജയാ. ആ വൈജയ്, സംസാരിക്കാനൊക്കെ ആയോ? ആ കുഴപ്പമില്ല, ഞാനിപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ശിവേട്ടൻ അറിഞ്ഞോ മനുവിന്റെ വിവാഹകാര്യം? എന്താ മനുവിന്റെ വിവാഹകാര്യമോ? അതെ ശിവേട്ട, മകൻ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാണ്. അതാരായെന്ന് കൂടി ഞാൻ പറയാം. നിങ്ങളൊക്കെ തലയിൽ കയറ്റി വെക്കുന്ന അലീന. അത് കേൾക്കുമ്പോ ശിവശങ്കറിന് അവിടെ സന്തോഷാവാണ്. സന്തോഷപൂർവ്വം ശിവശങ്കർ ചോദിക്കും, ശരിയാണോ വൈജയ്? ഇതൊരു നല്ല കാര്യമാണല്ലോ. എന്താ ശിവേട്ട, നല്ല കാര്യമാണെന്നോ? ശിവേന്റെ മകന് ആ പിഴച്ചവളെ കിട്ടിയിട്ടുള്ളൂ. ദേ വൈജയ്, നീ വായിൽ തോന്നിയത് അവളെ വിളിക്കാൻ നിക്കണ്ട. അങ്ങനെ വിളിച്ചാൽ പിന്നീട് ഒരിക്കൽ നീ തന്നെ ദുഃഖിക്കേണ്ടി വരും. ഹോ, നിങ്ങളൊക്കെ എന്റെ സഹോദരനാന്ന് പറയാൻ പോലും എനിക്കിപ്പോ അറപ്പ് തോന്നുകയാ. നിങ്ങളൊക്കെ വിളിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ എന്നും പറഞ്ഞോണ്ട് വൈജയുടെ ഫോൺ വെക്കും. അന്നേരൊക്കെ വൈജയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എടി അലീനെ, നീ ഓരോരുത്തരായിട്ട് വശീകരിക്കടി, ഞാൻ ഈ കിടപ്പിൽ നിന്ന് നീക്കുന്നത് വരെയുള്ളൂ എന്നൊക്കെ വൈജ തനിയെ പറയാണ്. പിന്നീട് അങ്ങോട്ട് മനു വരും. മനുവിനെ കാത്ത് കട്ട കലിപ്പിൽ കമല ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ട്. കമലയുടെ നിൽപ്പും ഭാവൊക്കെ കണ്ടപ്പോ തന്നെ മനുവിന് കാര്യം മനസ്സിലായി. ആന്റി അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന്. അങ്ങനെ കമല ചോദിക്കും, എടാ നിനക്ക് നാണുണ്ടോ അലീനെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട്? നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ. ഹാ, അപ്പൊ അമ്മയെല്ലാം അറിഞ്ഞല്ലോ അല്ലേ? ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. അമ്മ അറിഞ്ഞതൊക്കെ സത്യമാണ്. ഞാൻ അലീനെ മാത്രം വിവാഹം കഴിക്കുകയുള്ളൂ. എടാ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്റെ മുന്നിൽ വന്ന് ഇതൊക്കെ പറയാനായിട്ട്? ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. അന്നേരം മനു പറയും, ഞാൻ അവളെ മാത്രം കെട്ടുകയുള്ളൂ, ആരൊക്കെ എതിർത്താലും എന്നെല്ലാം പറഞ്ഞോണ്ട് മനു അങ്ങ് പോകും. അപ്പൊ കമൽ അങ്ങനെ തനിയെ നിന്നോണ്ട് പറയുന്നുണ്ട്, എടി അലീനെ, നീ എന്റെ മകനെ കൂടി വശീകരിച്ചു അല്ലേടി? നിനക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുന്ന കമലെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു അടിപൊളി എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നമ്മുടെ മനു വിവാഹം കഴിക്കുന്നത് അലീനെ തന്നെയാണ്. എന്തായാലും അടിപൊളി എപ്പിസോഡുകളെല്ലാമാണ് ഇനി നമ്മുടെ മഴ തോരും മുംബൈയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.